വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല രാത്രിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് ഒരിക്കൽ കൂടെ നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു അവസരം കൂടെ തന്നത് ഞാൻ വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നെ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച ദൈവസഭയോടുള്ള എൻ്റെ നന്ദിയെ ഞാൻ പ്രാരംഭമായിട്ട് അറിയിക്കട്ടെ. നമ്മുടെ കർത്താവിന്റെ വരവ് താമസിച്ചത് കൊണ്ട് ഒരിക്കൽ കൂടെ നമുക്ക് മുഖാമുഖം കാണുവാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കാണുവാൻ തക്കവണ്ണം ഇടയായതിനാൽ ഞാൻ ഒത്തിരി നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവിന്റെ വരവ് നമ്മളൊക്കെ വിചാരിച്ചു വളരെ വേഗമാകും, എന്നാൽ കഴിഞ്ഞ മീറ്റിങ്ങിന് ശേഷം ഇതുവരെ നമ്മുടെ കർത്താവ് വന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ഒരുമിച്ച് ഇന്ന് രാത്രികാലവും കൂടുവാൻ ഇടയായി തീർന്നത്. നമ്മുടെ കർത്താവിന്റെ വരവാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യാശ. ആ കർത്താവിന്റെ വരവിനു വേണ്ടിയാണ് ഹല്ലേലൂയ നാം ഇത്രത്തോളം കാത്തിരിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നാം എവിടെയായിരുന്നാലും, ഹല്ലേലൂയ, നാം എപ്പോഴായിരുന്നാലും നമ്മളെ ഭരിക്കേണ്ടത് ഈ ഒരു ഒറ്റ ചിന്തയാണ്, നമ്മുടെ കർത്താവ് വരും. ഹല്ലേലൂയ, അവന്റെ വരവിങ്കൽ എനിക്ക് എടുക്കപ്പെടണം. അല്ല എങ്കിൽ നമ്മൾ ഓടിയതും അധ്വാനിച്ചതും ഒക്കെ വൃഥാവായി പോകുവാനിടയായി തീരും. ഹല്ലേലൂയ. നമ്മുടെ ദൈവം നല്ല ദൈവമാണ്. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. തന്നിൽ ആശ്രയിക്കുന്നവരെ ഹല്ലേലൂയ സഹായിക്കുന്ന, തന്നിൽ ആശ്രയിക്കുന്നവരെ സ്നേഹിക്കുന്ന, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി സ്വർഗം വിട്ട് ഇറങ്ങി വരുന്ന ഒരു നല്ല ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും ഇപ്രകാരം പറയും, കണ്ണുണ്ടായിട്ട് കാണുന്ന, ചെവി ഉണ്ടായിട്ട് കേൾക്കുന്ന, നാവുണ്ടായിട്ട് സംസാരിക്കുന്ന ഒരു നല്ല ദൈവമാണ് നമ്മുടെ ദൈവം. വിളിച്ചാൽ ഹല്ലേലൂയ അവൻ വിളി കേൾക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഹല്ലേലൂയ. മനസ്സ് തകർന്ന ഹൃദയത്തോടെ ഈ രാത്രികാലം ആരെങ്കിലും ആയിരിക്കുന്നുണ്ടെങ്കിൽ വിശ്വസിക്കുക, നമ്മുടെ ഹൃദയം കാണുന്ന, നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങൾ അറിയുന്ന, നമ്മുടെ നടപ്പും കിടപ്പും ശോധന ചെയ്യുന്ന, നമ്മുടെ തലയിലെ ഒരു രോമം പോലും താഴെ പോകുന്നത് പോലെ അത് നന്നായിട്ട് അറിയുന്ന, തലയിലെ ഒരു രോമം പോലും താഴെ പോകുന്നത് എണ്ണി സൂക്ഷിക്കുന്ന, അത്രമേൽ നമ്മെ അറിയുന്നത് ആരുമില്ല. അത്രമേൽ നമ്മെ അറിയുന്ന ഒരു വ്യക്തികളും ഈ ലോകത്തില്ല. അത്ര നല്ല ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഒരു സങ്കല്പമല്ല, ഒരു മിത്ത് അല്ല നമ്മുടെ ദൈവം. അവൻ സ്വർഗത്തിൽ ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന്, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന് അവന്റെ കണ്ണ് ഭൂമിയിലൊക്കെയും ഊടാടി സഞ്ചരിക്കുന്നു. ഈ രാത്രികാലം ദൈവത്തിന്റെ മക്കളെ, ഹല്ലേലൂയ, ആരെങ്കിലും വിചാരിക്കുന്നോ എന്റെ ദൈവം എന്നെ കാണുന്നില്ല, എന്റെ ദൈവം എന്നെ അറിയുന്നില്ല, അല്ലെങ്കിൽ എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നില്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, തന്നിൽ ഏകാഗ്രചിത്തയോടെ ഹല്ലേലൂയ അവനിൽ മാത്രം ആശ്രയിച്ച് അവന്റെ പൊന്നുമുഖത്തേക്ക് മാത്രം നോക്കി നിൽക്കുന്ന തന്റെ ഭക്തന് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് അവന്റെ കണ്ണ്, അവന്റെ ദൃഷ്ടി ഊടാടി സഞ്ചരിക്കുന്നു. വിശ്വസ്തനാണ് നമ്മുടെ ദൈവം. വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ് നമ്മുടെ ദൈവം. വഴിയിൽ വെച്ച് ഉപേക്ഷിക്കുന്നവനല്ല നമ്മുടെ ദൈവം. ഹല്ലേലൂയ. വഴിയിൽ വെച്ച് ഉപേക്ഷിക്കുന്നവനല്ല. ഏത് പ്രശ്നത്തിനും നമ്മുടെ ദൈവത്തിന്റെ കയ്യിൽ മറുപടിയുണ്ട്. ഏത് വിഷയത്തിനും അടുത്ത സ്റ്റെപ്പ് വെക്കുവാൻ എങ്ങുമില്ല. അടുത്ത സ്റ്റെപ്പ് എവിടെ വെക്കും? ശൂന്യതയാണോ? ഹല്ലേലൂയ. അവിടെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളോട് ഇങ്ങനെ ഇപ്രകാരം പറഞ്ഞു, ഹല്ലേലൂയ, നിനക്ക് ഒരു 100 രൂപയാണ് നിനക്ക് ഇല്ലാത്തത്, നിനക്ക് ആവശ്യമെങ്കിൽ ആ 100 രൂപ തരുവാൻ ദൈവം വിശ്വസ്തനാ. അവൻ അത് അത്ഭുതമായി നിന്റെ കരങ്ങളിൽ അത് തരും. മറിച്ച് നിനക്ക് 1 കോടി രൂപയാണ് നിനക്ക് ആവശ്യമെങ്കിൽ, ഞാൻ പറയുന്നത് കേൾക്കണേ, 1 കോടി രൂപ ആണ് നിനക്ക് ആവശ്യം, അടുത്ത സ്റ്റെപ്പ് വെക്കുവാൻ നിനക്ക് യാതൊരു സ്ഥലവുമില്ല. അടുത്ത പ്രതിസന്ധിയാണ്, അല്ലെങ്കിൽ തകർന്നു പോകും, ആത്മഹത്യയുടെ വക്കോളം എത്തി നിൽക്കുക. ഈ 1 കോടി രൂപ കിട്ടിയാലേ നിനക്ക് അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ അതിന് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. ആവശ്യമാണ്. ഹല്ലേലൂയ. ആ 1 കോടി രൂപ നിനക്ക് തരുവാൻ ദൈവം വിശ്വസ്തനാണ്. നേരെ മറിച്ച് നിനക്ക് ഒരു ആവശ്യവുമില്ല, 1 കോടി രൂപ വേണം, അങ്ങനെ തരുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. എന്റെ ചിന്ത അതല്ല.
ഞാൻ പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ പറയുവാൻ എനിക്കൊരു പ്രേരണ ഉണ്ടായത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഈ രാത്രി കാലത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. റോമ ലേഖനം 8-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്ന വേദഭാഗമാണ് ഇത്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ക്രിസ്തുവേശുവിൽ, ഹല്ലേലൂയ, ഒരു വ്യക്തി ക്രിസ്തുവേശുവിൽ ആണെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പിക്കാം അവന് ശിക്ഷാവിധിയില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ഉവ്വെന്നാണ്, ഇല്ല എങ്കിൽ ഇല്ല എന്നാണ്. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. എങ്ങനെയാണ് ഒരുവൻ ക്രിസ്തുവിൽ ആണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്? എങ്ങനെയാണ് ഒരുവന് ക്രിസ്തുവിൽ ആകുവാനായിട്ട് കഴിയുന്നത്? ഒരുവൻ ക്രിസ്തുവിൽ ആണ് എന്ന് എങ്ങനെ നമുക്ക് വിശ്വസിക്കാം? എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? നമുക്ക് ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം, യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 14:11. പിതാവ് എന്നിലും ഞാൻ പിതാവിലും പിതാവ് എന്നിലുമെന്ന് പിതാവ് എന്നിലുമെന്ന് എന്നെ വിശ്വസിപ്പീൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പീൻ. അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പീൻ. ഇവിടെ യേശു പറയാണ്, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമെന്ന് എന്നെ വിശ്വസിപ്പിൻ. യേശു തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമെന്ന് എന്നെ വിശ്വസിപ്പിൻ. അല്ലെങ്കിൽ എന്ത് ചെയ്യാമെന്നാ പറഞ്ഞേ? അല്ലെങ്കിൽ എന്റെ പ്രവൃത്തി നിമിത്തം എന്നിൽ വിശ്വസിപ്പിൻ. അപ്പോൾ യേശു പിതാവിലാണെന്ന് എങ്ങനെ വിശ്വസിക്കാനാ പറഞ്ഞത്? പ്രവൃത്തി നിമിത്തം വിശ്വസിപ്പീൻ. അപ്പോൾ ഒരുവൻ ക്രിസ്തുവിലാണ് എന്നുള്ളതിൽ എങ്ങനെ നമുക്ക് വിശ്വസിക്കുവാൻ കഴിയും എന്ന് ചോദിച്ചാൽ എങ്ങനെയാണെന്നറിയാമോ? അവന്റെ പ്രവൃത്തി നിമിത്തം മാത്രമേ അവൻ ക്രിസ്തുവിലാണെന്ന് വിശ്വസിക്കുവാൻ കഴിയുകയുള്ളൂ. നമുക്ക് വായിക്കാം അതിന്റെ 14:20. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്നറിയും. അതിന്റെ 23, യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഒരുവൻ യേശുവിലാണ് എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കുവാൻ കഴിയും? ഹല്ലേലൂയ, സ്തോത്രം. അവന്റെ പ്രവൃത്തി നിമിത്തം. എന്താണ് അവന്റെ പ്രവൃത്തി? ക്രിസ്തുവിന്റെ വചനം. അവൻ ആരിൽ വസിക്കുന്നോ അവന്റെ വചനം അവൻ അനുസരിക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ. അപ്പോൾ ഒരുവൻ ക്രിസ്തുവിനാണ് എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കുവാൻ കഴിയും? അവൻ ക്രിസ്തുവിനെ തന്നിൽ കൂടെ വെളിപ്പെടുത്തുവാനിടയായിത്തീരും. അവൻ ക്രിസ്തുവിനെ തന്നിൽ കൂടെ വെളിപ്പെടുത്തും. കാരണം യേശു അതാണ് ചെയ്തത്. ഹല്ലേലൂയ. യേശു പിതാവിലാണെന്ന് എങ്ങനെയാണ് തന്റെ ശിഷ്യന്മാർക്ക് മനസ്സിലായെന്നറിയാമോ? പിതാവിനെ
തന്നിൽ കൂടെ, തന്റെ പ്രവൃത്തിയിൽ കൂടെ യേശു വെളിപ്പെടുത്തി. അപ്പോൾ ഒരുവൻ ക്രിസ്തുവിലാണെങ്കിൽ, ഒരുവൻ ക്രിസ്തുവിലാണ് എന്ന് പറയണമെങ്കിൽ എങ്ങനെയാണെന്നറിയാമോ അത് വെളിപ്പെടുന്നത്? ആ ക്രിസ്തുവിന്റെ സ്വഭാവം അവനിൽ കൂടെ വെളിപ്പെടണം. എങ്ങനെ അത് വെളിപ്പെടുവാൻ കഴിയും? നാം ജഡത്തിൽ വസിക്കുന്നവരാണ്. നാം ജഡത്തിൽ വസിക്കുന്നവരാണ്. ആ ജഡത്തിൽ വസിക്കുന്ന നമുക്ക് എങ്ങനെ ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മിൽ കൂടെ കാണിക്കുവാനായിട്ട് കഴിയും? അതിന് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. യേശു പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. അപ്പോൾ നാം ചെയ്യേണ്ട കാര്യം ഇതാണ്, നാം യേശുവിനെ സ്നേഹിക്കുക. എങ്ങനെയാണെന്നറിയാമോ? യേശുവിനെ സ്നേഹിക്കുമ്പോൾ എങ്ങനെയാണ് യേശുവിനെ സ്നേഹിക്കേണ്ടത്? യേശുവിനെ സ്നേഹിക്കണം, അവൻ എന്തെങ്കിലും കൊടുത്തോ, കുറെ കാശ് കൊടുത്തോ, അല്ലെങ്കിൽ അതും ഇതും ചെയ്ത്, അങ്ങനെയല്ല യേശുവിനെ സ്നേഹിക്കണം. അതും ആകാം. പക്ഷെ യേശുവിന് മനസ്സിലാകുന്ന എങ്ങനെയാണെന്നറിയാമോ? അവന്റെ വചനത്തിന് നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനമുണ്ട് എന്ന് യേശുവിന് ബോധ്യമാവുമ്പോഴാണ് യേശു മനസ്സിലാക്കുന്നത്, ഇവൻ എന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ യേശുവിനെ സ്നേഹിച്ചു കഴിയുമ്പോൾ, അതായത് അവന്റെ വചനം പ്രമാണിച്ചു കഴിയുമ്പോൾ, നാം യേശുവിനെ നമ്മിൽ കൂടെ വെളിപ്പെടുത്തുവാൻ വേണ്ടി ദൈവം, യേശു നമുക്ക് പിതാവിങ്കൽ നിന്ന് ഒരു വലിയ ഗിഫ്റ്റ് നമുക്ക് തരും. ഒരു വലിയ ഗിഫ്റ്റ്, ഒരിക്കലും നമുക്ക് യോഗ്യതയില്ലാത്ത ഒരു വലിയ ഗിഫ്റ്റ്, ഒരു വലിയ വാഗ്ദത്തത്തിന്റെ നിവൃത്തി ദൈവം നമുക്ക് തരും. എന്താണെന്നറിയാമോ? നമ്മെ യേശുവിനെ പോലെയാക്കി തീർക്കുന്ന, അവന്റെ വചനം അനുസരിച്ച് നടക്കുവാൻ പ്രാപ്തനാക്കി മാറ്റുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പിതാവിങ്കൽ നിന്ന് യേശു നമുക്ക് ദാനമായി തരും. യേശു പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. ഞാൻ പിതാവിനോട് ചോദിക്കും. അവൻ എന്ത് ചെയ്യുന്നറിയാമോ? സത്യത്തിന്റെ ആത്മാവെന്ന കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് അയക്കും. അതായത് പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് അയക്കുമെന്ന് എന്തിനാണെന്നറിയാമോ? നാം യേശുവിനെ പോലെ ആയി തീരുവാൻ. ഹല്ലേലൂയ. യേശു പിതാവിനെ വെളിപ്പെടുത്തിയതുപോലെ നാം യേശുവിനെ വെളിപ്പെടുത്തുവാൻ നമുക്ക് കഴിയത്തില്ല. അപ്പോഴാണ് നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി. ഏത് ശക്തി? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഹല്ലേലൂയ. എന്തിനാണ് പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തരുന്നതെന്നറിയാമോ? നമ്മിൽ കർത്തൃത്വം നടത്തുവാൻ, കാര്യസ്ഥനായിട്ട്, നമ്മിൽ കാര്യസ്ഥനായിട്ട്. എങ്ങനെ? സത്യം ചെയ്യുവാൻ നമുക്ക് ആഗ്രഹമുണ്ടാഞ്ഞിട്ടും ചെയ്യുവാൻ കഴിയാത്ത ജഡത്തിന്റെ ചിന്തയും ജഡത്തിന്റെ പ്രവൃത്തിയും ഈ ലോകത്തിന്റെ ചിന്തകളും കഴിയുമെങ്കിൽ തന്റെ വൃതന്മാരെ തെറ്റിച്ചു കളയുവാൻ സാത്താൻ അലറുന്ന സിംഹമെന്ന വണ്ണം ഊടാടി സഞ്ചരിക്കുന്ന ഈ ലോകത്ത് ഒരു ദൈവ പൈതലിന്, ഒരു ദൈവ പൈതലായി ജീവിക്കുവാൻ കഴിയാത്ത സാഹചര്യം വരുമ്പോൾ ദൈവം അവനെ സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിനെ തന്നിൽ പ്രവർത്തിക്കുവാൻ, തന്റെ പൈതലിൽ പ്രവർത്തിക്കുവാൻ കാര്യസ്ഥനായിട്ട് അയക്കും. അപ്പോൾ നാം ആ കാര്യസ്ഥന് കീഴ്പ്പെട്ട് ആ കാര്യസ്ഥനെ അനുസരിച്ച് കഴിയുമ്പോൾ ഈ കാര്യസ്ഥൻ എന്താ ചെയ്യുന്നറിയാമോ? ഈ കാര്യസ്ഥൻ നമ്മെ ചിലത് ഓർമ്മപ്പെടുത്തും. ഈ കാര്യസ്ഥൻ നമ്മെ ചിലത് ഓർമ്മപ്പെടുത്തും. എന്താണെന്നറിയാമോ ഓർമ്മപ്പെടുത്തുന്നത്? ഒരു ദൈവത്തിന്റെ പൈതലിന്റെ ജീവിതത്തിൽ, ഏത് ജീവിതമാണെന്നറിയാമോ? അവന്റെ ഈ ദൈനംദിന ജീവിതം, ഈ ഭൂമിയിൽ അവനായിരിക്കുമ്പോൾ, പാപം നിറഞ്ഞ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട്, രക്ഷിക്കപ്പെടാത്തവരുമായിട്ട് കൂട്ടുകൂടുമ്പോൾ, അവരുടെ ഇടയിലായിരിക്കുമ്പോൾ, ജോലി അതുപോലെയുള്ള ബിസിനസ് അതുപോലെയുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ, ഹല്ലേലൂയ, പാപം ചെയ്യുവാൻ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, ഹല്ലേലൂയ, ഒരുവന്റെ അകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ആ പരിശുദ്ധാത്മാവ് അവനോട് പറയും,
ദേ നോക്ക്, നാം ആരാന്നറിയാമോ? നാം ദൈവത്തിന്റെ മക്കളാണ്. നമുക്ക് വായിക്കാം. പരിശുദ്ധാത്മാവ് ഓർമ്മ റോമാലേഖനം 8:16 വായിച്ച്. നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് നാം താനും ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് എന്ത് ചെയ്യുന്നു? സാക്ഷ്യം പറയുന്നു. സാക്ഷ്യം പറയുന്നു. ഹല്ലേലൂയ. നാം ആരാണ്? നാം പലപ്പോഴും മറന്നുപോകും. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, ദുഷ്ടന്റെ പരീക്ഷകളുടെ മുൻപിൽ നിൽക്കേണ്ടി വരുമ്പോൾ പലപ്പോഴും നാം പതറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു യഥാർത്ഥ ദൈവത്തിന്റെ പൈതലിന്റെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് ഉണ്ട് എങ്കിൽ, ഒരുവൻ ക്രിസ്തുവിൽ വസിക്കുന്നവനാണെങ്കിൽ അവന്റെ അകത്ത് ആരുണ്ടെന്നറിയാമോ? അവൻ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവന്റെ അകത്ത് വസിച്ചിട്ട് പാപം ചെയ്യുവാൻ അവന്റെ ജീവിതത്തിൽ സാഹചര്യം വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവനോട് പറയും, ദൈവത്തിന്റെ ആത്മാവ് അവന്റെ ആത്മാവിനോട് പറയും, നോക്ക്, നാം ആരാന്നറിയാമോ? നാം ദൈവത്തിന്റെ മക്കളാണ്. നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. എന്തിനാ സാക്ഷ്യം പറയുന്നത്? നീ ജഡത്തെ അനുസരിക്കരുത്. നിന്റെ ജഡത്തെ നീ അനുസരിക്കരുത്. നീ ആരാന്നറിയാമോ? കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമ്മെ, ഹല്ലേലൂയ, നാം ആരാന്നറിയാമോ? നാം ദൈവത്തിന്റെ മക്കൾ. ഇത് ആരാ പറയുന്നതെന്നറിയാമോ? ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുക. എടാ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനോട് പറയുക, നാമെന്ന്. അങ്ങനല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത്? നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നുവെന്ന്. ദൈവമക്കളെ ഒന്ന് ചിന്തിച്ച് ഒറ്റ അനുസരണക്കേട് നിമിത്തം, ഹല്ലേലൂയ, ദൈവം തള്ളിക്കളഞ്ഞ, തോട്ടത്തിൽ നിന്ന് പുറത്താക്കി, ഒരു കണ്ണിനും ദയയില്ലാതിരുന്ന, നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടന്ന, ഹല്ലേലൂയ, നമ്മെ നിത്യ നരകത്തിന് യോഗ്യമായി തീർന്ന നമ്മുടെ ആത്മാവിനെ, കെടാത്ത തീക്കും ചാകാത്ത പുഴുവനും വിധിക്കപ്പെട്ട നമ്മുടെ ആത്മാവിനെ, ആ പരിശുദ്ധനോട് ദൈവമേ എന്ന് പോലും വിളിക്കുവാൻ കഴിയാതെ ദൂരത്ത് പുറം പറമ്പിൽ എറിയപ്പെട്ട് കിടന്ന നമ്മെ ആ മഹാപരിശുദ്ധന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് പറയുകയാണെന്നറിയാം, നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്ന്. ഒന്ന് ഓർത്തു നോക്കിക്കേ, നമ്മുടെ ജീവിതത്തിൽ വന്ന വ്യത്യാസം എത്ര വലുതാണെന്ന്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ വന്ന വ്യത്യാസം എത്ര വലുതാണ് ദൈവത്തിന്റെ മക്കളെ. എത്ര വലുതാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ആ രക്ഷയുടെ പ്രവൃത്തി കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്ന മാറ്റം എത്ര വലുതാ. നമ്മുടെ പ്രവൃത്തി നിമിത്തമല്ല, അത് അവനിൽ ആ പുത്രനുള്ള വിശ്വാസത്താൽ അവൻ നമ്മെ വീണ്ടെടുത്തു. എങ്ങനെ? ആ പിതാവ് നമ്മെ ആകർഷിച്ചു. പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും പുത്രനെ തിരിച്ചറിയുവാൻ കഴിയത്തില്ല. അപ്പൊ പിതാവ് ആകർഷിച്ചപ്പോൾ നാം ചെയ്തത് ഒന്ന് മാത്രം, അല്ലൊരു കർത്താവെ, നീ എന്റെ കർത്താവും നീ എന്റെ രക്ഷിതാവുമാണെന്ന് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും വിളിച്ചപേക്ഷിച്ചപ്പോൾ, അതിൽ ആ വചനം ഇപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ, ആരോ പ്രാർത്ഥിച്ചപ്പോൾ ഇപ്രകാരം പ്രാർത്ഥനയിൽ ഒരു വാക്ക് വന്നു, വചനം ജഡമായി തീർന്നുവെന്ന്. ആ വചനം ഏറ്റു പറഞ്ഞു. ദൈവത്തിന് മഹത്വം. ആ ജഡമായി തീർന്ന വചനം, ആ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമ്മുടെ സകല പാപവും ക്ഷമിക്കുവാൻ തക്കവണ്ണം അവൻ നമ്മെ വിളിച്ചു വേർതിരിച്ചു. നമ്മുടെ സകല പാപവും ആ പുത്രന്റെ രക്തത്താൽ കഴുകി വെടിപ്പാക്കി നമ്മെ അബ്ബാ പിതാവേ എന്ന് വിളിക്കത്തക്ക രീതിയിൽ യോഗ്യതയുള്ളവരാക്കി. ഹല്ലേലൂയ. വിശ്വാസത്താൽ, ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമ്മെ അവൻ യോഗ്യനാക്കി. അവൻ നമ്മെ യോഗ്യനാക്കി. അനുസരണക്കേട് നിമിത്തം ഞാൻ മുമ്പത്തെ മെസ്സേജിൽ പറഞ്ഞിട്ടുള്ള കാര്യമാ. നാം ഇരിക്കുന്നിടത്ത് ഈ മഹാപരിശുദ്ധൻ പിന്നെ ഇരുന്നിട്ടില്ല. നാം ഇരിക്കുന്നിടത്ത് ഈ മഹാപരിശുദ്ധൻ പിന്നെ ഇരുന്നിട്ടില്ല. അനുസരണക്കേട് നിമിത്തം നാം ഇരിക്കുന്നിടത്ത് പിന്നെ ഈ മഹാപരിശുദ്ധൻ ഇരുന്നിട്ടില്ല. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെയാണ് അവൻ നമ്മിലേക്ക്, നമ്മുടെ അകത്തേക്ക്, ഹല്ലേലൂയ, നമ്മിലേക്ക് അവൻ അയക്കുന്നത്. ഹല്ലേലൂയ. അതിനൊരു യോഗ്യത ഉണ്ടായിരിക്കണം. എന്താ യോഗ്യത എന്നറിയാമോ? ഹല്ലേലൂയ, യേശുവിന്റെ വചനത്തിന് നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനമുണ്ടായിരിക്കണം. യേശുവിനെ വെളിപ്പെടുത്തുവാൻ ഹല്ലേലൂയ ഒരു തീരുമാനമുള്ളവരായിരിക്കണം നാം. അല്ലെങ്കിൽ ഞാൻ യേശുവിനെ വെളിപ്പെടുത്തുവാൻ, അല്ലെങ്കിൽ എന്റെ കടമ എന്താണെന്നറിയാമോ? എന്റെ കടമ ഹല്ലേലൂയ ഇനി ഞാൻ എന്നിൽ കൂടെ എന്നെ വീണ്ടെടുത്തവനെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. എങ്ങനെ വെളിപ്പെടുത്തണം? ഹല്ലേലൂയ എന്റെ പ്രവൃത്തി നിമിത്തം വെളിപ്പെടുത്തണം. എങ്ങനെ? എനിക്ക് കഴിയത്തില്ല. നന്മ പ്രവർത്തിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എന്റെ ഈ ജഡം പലപ്പോഴും എന്നെ കീഴ്പ്പെടുത്തുന്നു. അവിടെയാണ് ക്രിസ്തുവിന്റെ രക്തത്താൽ, അവന്റെ വചനത്താൽ അവൻ നമ്മുടെ പാപം കഴുകിയപ്പോൾ, നാം അവനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ, നമ്മുടെ ജഡത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദുഷ്ടന്റെ ശക്തി അവിടുന്ന് മാറി. അല്ലെങ്കിൽ അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആ ദുഷ്ടശക്തി നമ്മിൽ നിന്ന് മാറിയിട്ട് അവൻ നമ്മെ രക്തത്താൽ ശുദ്ധീകരിച്ചിട്ട് അവന്റെ മകനാകുവാനുള്ള ആ യോഗ്യത നമുക്ക് തന്നു. എന്നിട്ട് അവന്റെ കൽപ്പനകൾ നാം അനുസരിക്കുവാൻ സ്റ്റെപ്പുകളെ വെക്കുമ്പോൾ അവനെ നാം സ്നേഹിച്ച്, എങ്ങനെ സ്നേഹിക്കുക? ഹല്ലേലൂയ, ഹൃദയംഗമായി സ്നേഹിക്കുക. മറ്റെല്ലാത്തിനേക്കാൾ ഉപരിയായിട്ട് അവനെ സ്നേഹിക്കുമ്പോൾ, മറ്റെല്ലാത്തിനേക്കാൾ ഉപരിയായി, ഭാര്യയേക്കാൾ, മക്കളേക്കാൾ, ജോലിയേക്കാൾ, സൗന്ദര്യത്തെക്കാൾ, ആരോഗ്യത്തെക്കാൾ, സമ്പത്തിനേക്കാൾ അപ്പുറമായി യേശുവിനെ സ്നേഹിക്കുമ്പോൾ അവന്റെ വചനത്തിന് നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനമുണ്ട് എന്ന് അവന് മനസ്സിലാകുമ്പോൾ അവൻ തന്റെ ആത്മാവിനെ നമ്മിലേക്ക് അയക്കും. ഹല്ലേലൂയ. അവൻ തന്റെ ആത്മാവിനെ നമ്മിലേക്ക് അയക്കും. എന്തിനാണെന്നറിയാമോ? നാം സകല സത്യത്തിലും വഴി നടത്തുവാൻ ആ കാര്യസ്ഥനായി ഹല്ലേലൂയ വഴി ഇതാകുന്നു എന്ന് ആ കാര്യസ്ഥൻ പറയുമ്പോൾ ഹല്ലേലൂയ ജഡം പറയും. ഹല്ലേലൂയ ജഡം പറയും അല്ല, ഈ ലോകം, ഹല്ലേലൂയ ധനം, ഹല്ലേലൂയ മാനം, ഹല്ലേലൂയ മറ്റുള്ള മോഹങ്ങൾ മോഹത്തിലേക്ക് നമ്മെ പിശാചിന്റെ ആ തന്ത്രത്തിൽ ജഡവും പിശാചും കൂടെ ചേർന്ന് അങ്ങോട്ട് വലിക്കുമ്പോൾ അകത്തിരിക്കുന്ന കാര്യസ്ഥൻ പറയും, നോക്ക്, ഹല്ലേലൂയ നീ ജഡത്തിനല്ല കടക്കാരനായി തീർന്നത്, നിനക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ച ഒരുവനുണ്ട്, അവനാണ് നീ കടക്കാരനായി തീർന്നത്. ഹല്ലേലൂയ അവനോടാണ് നിനക്ക് കാര്യമുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ കാൽവറിയിൽ അവസാനത്തുള്ളി രക്തം ഒഴുക്കിയത് നീ മകനായിരിക്കുമ്പോൾ അല്ല, നീ ശത്രുവായിരിക്കുമ്പോൾ നിനക്കു വേണ്ടി അവൻ കാൽവറിയിൽ രക്തമൊഴുക്കി. എന്തിനാണെന്നറിയാമോ? നീ എന്നേക്കും ശത്രുവായിരിക്കുവാനല്ല, നീ മകനായി തീരുവാൻ. ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ പരിശുദ്ധാത്മാവ് കാര്യസ്ഥൻ നമ്മെ ഓർമ്മപ്പെടുത്തും. എന്താ ഓർമ്മപ്പെടുത്തുന്ന അറിയാമോ? കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തും, ഹല്ലേലൂയ നാം ദൈവത്തിന്റെ മക്കളെന്ന്. ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരേ ഒരു അവസ്ഥയിലേക്ക് മാറുകയല്ലേ നമ്മൾ? ഹല്ലേലൂയ എന്റെ ആത്മാവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും തമ്മിൽ സംസാരിക്കുകയാ. നമ്മൾ ദൈവത്തിന്റെ മക്കൾ, നിത്യനരകത്തിന് യോഗ്യനായി തീർന്ന ആത്മാവാ എന്റെ ആത്മാവ്. നിത്യനരകത്തിന് നിത്യനരകത്തിലേക്ക് തള്ളപ്പെട്ട ആത്മാവാ എന്റെ ആത്മാവ്. എന്നാൽ എന്റെ അകത്ത് കുടികൊള്ളുന്ന ഈ പരിശുദ്ധാത്മാവുണ്ടല്ലോ, ഹല്ലേലൂയ അതിന് പാപവുമായിട്ട് യാതൊരു സന്ധിയിലും ഏർപ്പെടുവാൻ കഴിയാത്ത ഹല്ലേലൂയ ഒരു വ്യക്തിത്വമാണ് പരിശുദ്ധാത്മാവ്.
ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഹല്ലേലൂയ. നിത്യ നരകത്തിൽ മാത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഓ നിത്യ നരകത്തിൽ മാത്രം വിധിക്കപ്പെട്ട എന്റെ ആത്മാവിനോട് അല്ല ദൈവത്തിന്റെ ആത്മാവ് പറയുക, നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്ന്. എന്തൊരു വ്യത്യാസമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തൊരു വ്യത്യാസമാണ് ദൈവത്തിന്റെ മക്കളെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ മരിക്കും. എന്നാൽ നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾ ജീവിക്കും. ക്രിസ്തു നിങ്ങൾ ഉണ്ടെങ്കിൽ, ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ നിങ്ങളുടെ ശരീരം പാപം സംബന്ധിച്ച് മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നിമിത്തം ജീവനാകുന്നു. അതിന്റെ 8:11 യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തുവേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. എന്തുകൊണ്ട് ശിക്ഷാവധിയില്ല? എന്തുകൊണ്ട് ശിക്ഷാവധിയില്ല? ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് എന്തുകൊണ്ട് ശിക്ഷാവധിയില്ല? അവൻ ഭൂമിയിലായിരിക്കുമ്പോൾ, അവൻ ജഡത്തിലായിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് അവന്റെ ഹൃദയത്തിൽ വസിക്കുവാൻ തക്കവണ്ണം അവൻ യോഗ്യനായി തീർന്നത് കൊണ്ട് അവനിപ്പോൾ ക്രിസ്തുവേശുവിലായതുകൊണ്ട്, ക്രിസ്തുവേശുവിലാണെന്നുള്ളതിന്റെ തെളിവ് എന്താണെന്നറിയാമോ? ക്രിസ്തുവിന്റെ ആത്മാവ് അകത്ത് വസിക്കുന്നു എന്നുള്ളതാണ് ഒരുവൻ ക്രിസ്തേശുവിലാണെന്നുള്ളതിന്റെ തെളിവ്. ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാകുന്നത് എനിക്ക് അറിയത്തില്ല. ശ്രദ്ധയോടെ കേൾക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ ക്രിസ്തുവേശുവിൽ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ഉള്ളവന് ശിക്ഷാവധിയില്ല. എന്തുകൊണ്ട് ശിക്ഷാവധിയില്ല? അവൻ ക്രിസ്തുവിനോട് കൂടെ വസിക്കുവാൻ യോഗ്യതയുള്ളവനാണ്. എങ്ങനെ? ക്രിസ്തു ഇരിക്കുന്നിടത്തിരിക്കുവാൻ അവൻ യോഗ്യതയുള്ളവനാണ്. എങ്ങനെ? അവൻ ഇരിക്കുന്നിടത്തിപ്പോൾ ക്രിസ്തുവിന്റെ ആത്മാവ് വന്നിരിക്കുക. ഹല്ലേലൂയ, ഗ്ലോറി. അനുസരണക്കേട് നിമിത്തം ഹല്ലേലൂയ ദൈവത്തിന് അവനോടുകൂടെ ഇരിക്കുവാൻ കഴിയാത്തതുപോലെ, അവനോടുകൂടെ ഇരിക്കുവാൻ ഒരിക്കലും കഴിയില്ലായിരുന്നു അനുസരണക്കേട് നിമിത്തം. അതുപോലെ അവൻ ദൈവത്തിൽ നകന്നുപോയി, പിശാചിന് അടിമയായി മാറി, പിശാചിന്റെ ദാസനായി മാറി. ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ അവൻ ദൈവത്തിൽ നിന്ന് അകന്നു ദൂരെ പോയി, ഒരു കണ്ണിനും ദയയില്ലാത്തവനായി, നാശകരമായ കുഴിയിൽ, കുടഞ്ഞ ചേറ്റിലും, കെടാത്ത തീക്കും ചാകാത്ത പുഴുവിനും വിധിക്കപ്പെട്ടവനായി, ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ദൈവത്തോട് ശത്രുതയായിരുന്ന ആ മനുഷ്യന്റെ അകത്ത് അവൻ സ്വർഗത്തിലല്ല. ഇപ്പോൾ നമ്മൾ സ്വർഗത്തിൽ, ക്രിസ്തുവിന്റെ ആത്മാവുള്ള നാം ഇന്ന് സ്വർഗത്തിലല്ല ആയിരിക്കുന്നത്. നാം ഇന്ന് എവിടെ ആയിരിക്കുന്നത് അറിയാമോ? ഭൂമിയിലാണ് ആയിരിക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ക്രിസ്തു ഇരിക്കുന്ന അതേ സ്ഥലത്ത് ഇരിക്കുവാൻ വിളിക്കപ്പെട്ട നമ്മുടെ അകത്തുനിന്ന് ക്രിസ്തുവിന്റെ ആത്മാവ്, ഈ ഭൂമിയിൽ വെച്ച് തന്നെ ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മിൽ വസിക്കുവാൻ തക്കവണ്ണം നാം യോഗ്യരായി മാറി. എങ്ങനെ? അവനോടുള്ള അനുസരണ നിമിത്തം, അവന്റെ വചനത്തിന് ഹൃദയത്തിൽ നാം കൊടുക്കുന്ന സ്ഥാനം നിമിത്തം, അവനെ നമ്മിൽ കൂടെ വെളിപ്പെടുത്തുന്ന നിമിത്തം. എങ്ങനെ? പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥന് നാം കീഴ്പ്പെട്ട് മുൻപോട്ട് പോകുന്നത് നിമിത്തം പരിശുദ്ധാത്മാവ് പറയും, സാക്ഷ്യം പറയും. നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറയും, ഇവൻ മരണപര്യന്തം എന്നെ അനുസരിച്ചവനാണ്. ഇവനെ പലപ്പോഴും ഏവൻ പിശാച് അല്ലെങ്കിൽ പാറ്റിക്കളയുവാൻ നോക്കിയപ്പോൾ ഞാൻ ഇവനോട് ഒരു കാര്യം പറഞ്ഞു, ദേ നോക്ക്, നാം ദൈവത്തിന്റെ മക്കളാണെന്ന് പറഞ്ഞപ്പോൾ അവൻ മടങ്ങി വന്നു.
അതുകൊണ്ട് പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറയുക, ഇവൻ ആരാന്നറിയാമോ? ഇവൻ ദൈവത്തിന്റെ പുത്രനാണ്. ഹല്ലേലൂയ. അങ്ങനെയുള്ളവൻ മരിച്ചാൽ അവനിൽ ആത്മാവുള്ളത് കൊണ്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുവാനിടയായി തീരും. ഏതാത്മാവ്? ദൈവത്തിന്റെ ആത്മാവുള്ളത് കൊണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം അയക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായല്ലോ ദൈവത്തിന്റെ മക്കളെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മിലേക്ക് അയക്കുന്നത് എന്തിനാണെന്നറിയാമോ? അയ്യോ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മിലേക്ക് അയക്കുന്നത് എന്തിനാണെന്നറിയാമോ? അയ്യോ, വലിയൊരു പ്രവൃത്തിക്ക് വേണ്ടിയാ. നമ്മെ അണിയിച്ചൊരുക്കുവാൻ, ആ നിർമ്മലന് വേണ്ടി. ഹല്ലേലൂയ. ആ കറയില്ലാത്ത, ചുളുക്കമില്ലാത്ത, ആ 10,000-ങ്ങളിൽ സുന്ദരനായ അവനോട് അനുരൂപമായി തീരാൻ വേണ്ടി നമ്മെ അണിയിച്ചൊരുക്കുവാനാ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ കാര്യസ്ഥനായി നമ്മിലേക്ക് അയക്കുന്നത്. അല്ലാതെ ഇന്ന് നമ്മൾ ഈ കാണുന്ന പരിപാടികൾക്കൊന്നും അല്ല. ദയവ് ചെയ്ത് പരിശുദ്ധാത്മാവ് വരുന്നത് ഇന്ന് ഈ കാണുന്ന പരിപാടിക്കാണെന്ന് ആരും വിശ്വസിക്കരുത്. വിശ്വസിച്ച് അതിന്റെ പുറകെ പോകരുതേ, നാം തള്ളപ്പെട്ടു പോകും. പരിശുദ്ധാത്മാവ് വരുന്നത് എന്തിനാണെന്നറിയാമോ? പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വരുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മെ ക്രിസ്തുവിനോട് അനുരൂപമാക്കുവാൻ വേണ്ടിയാ. ഹല്ലേലൂയ. എങ്ങനെ? സ്വഭാവത്തിൽ അനുരൂപമാക്കുവാൻ വേണ്ടി, അല്ലാതെ മറ്റൊന്നിനുമല്ലേ അല്ല. നാം ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ പലതും നാം കാണും. ഈ വചനം വിട്ട് ഒന്നിനും നാം ആമേൻ പറയരുതേ. ഈ വചനം വിട്ടുള്ള ഒരു ശുശ്രൂഷയ്ക്കും നാം ആമേൻ പറയരുതേ. അല്ലെങ്കിൽ പിശാച് താൻ വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്ന സമയമായത്. ഹല്ലേലൂയ. ആ കാലത്ത് ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയല്ല, നാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് പറയണം, നമ്മൾ ദൈവത്തിന്റെ മക്കളല്ലേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇവിടെ എഴുതിയിരിക്കുന്നത്, നാം ദൈവത്തിന്റെ മക്കളെന്ന്. ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. ഇത്രത്തോളം വചനം പഠിച്ച, ഇത്രത്തോളം വചനം അറിയാവുന്ന, ഇത്രത്തോളം ദൈവത്തെ ആരാധിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അകത്തുണ്ടെന്ന് തിരിച്ചറിവുള്ള നമുക്ക് തിരിച്ചങ്ങോട്ട് പറയാം, ഇല്ല, ഞാൻ അതിന്റെ പുറകെ പോകില്ല. ഞാൻ ആരാണ്? ഓ പരിശുദ്ധാത്മാവേ, നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്ന് നമുക്ക് അങ്ങോട്ട് പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവിനെ നാം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് എന്നൊക്കെ പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ ഒന്നും അങ്ങനെ ലഭിക്കത്തില്ല കേട്ടോ. പരിശുദ്ധാത്മാവിനെ ലഭിക്കണമെങ്കിൽ ആ സമയത്ത് തന്നെ ലഭിക്കുന്നവരുണ്ട്, എന്നാൽ സ്നാനപ്പെടുന്നതിന് മുമ്പും ലഭിക്കുന്നവരുണ്ട്. യോഗ്യത നിർണയിക്കുന്നത് ദൈവമാണ്, അത് തരുന്ന ദൈവമാണ്. ചിലര് നമുക്ക് കാണുവാൻ കഴിയും, ദൈവത്തിന്റെ വചനം പഠിക്കുക, അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ, പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനപ്പെടുത്തുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് ചോദിക്കുന്നതുണ്ട്. എന്നാൽ സ്നാനപ്പെട്ടതിന് ശേഷം പരിശുദ്ധാത്മാവിനെ ലഭിച്ചവരുണ്ട്. പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. അപ്പോൾ ഈ സ്നാനപ്പെടുന്നതിന് മുമ്പ് ചിലർ പരിശുദ്ധാത്മാവ് അഭിഷേകം പ്രാപിക്കുന്നു, പരിശുദ്ധാത്മാവിനാൽ നിറയുന്നു. സ്നാനപ്പെട്ടതിന് ശേഷം ചിലർ പരിശുദ്ധാത്മാവിൽ നിറയുന്നു. സ്നാനപ്പെട്ടതിന് ശേഷം നാളുകൾ കൊണ്ട് കാത്തിരുന്നിട്ടും ചിലർക്ക് പ്രാപിക്കുവാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? അല്ല, ഇതിന്റെ വാല്യൂ ഇവൻ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ തക്കവണ്ണം ഇവൻ യോഗ്യനാണോ എന്ന് തീരുമാനിക്കുന്നത് ദൈവമാണ്. കാരണം ദൈവത്തിന്റെ ആത്മാവിന്റെ പേര് പരിശുദ്ധാത്മാവെന്ന. അത് അശുദ്ധിയിൽ വസിക്കത്തില്ല, അല്പം പോലും അശുദ്ധിയിൽ വസിക്കുവാൻ അതിന് കഴിയത്തില്ല. അപ്പോൾ ആ ഗിഫ്റ്റ് ഒരുവനിൽ കൊടുക്കണമെങ്കിൽ അവൻ അതിന് യോഗ്യനായിരിക്കണം.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയം. ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കളെ, നമ്മെ നേടുവാൻ വേണ്ടി, നമ്മെ അല്ലെങ്കിൽ യോഗ്യരാക്കുവാൻ വേണ്ടി, നമുക്ക് ആ യോഗ്യത നൽകുവാൻ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ആ അനുസരണക്കേടിന്റെ പാപം പരിഹരിക്കുവാൻ വേണ്ടി തന്റെ ഏകജാതനായ പുത്രനെ മരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തില്ലേ? മരിക്കുവാൻ, തന്റെ ഏകജാതനായ പുത്രന്റെ ക്രൂശ് മരണം, അനുസരണ മരണം, എത്ര വലിയ ത്യാഗമായി യേശു ചെയ്തതെന്നറിയാമോ? ആ പിതാവ് ചെയ്തതെന്നറിയാമോ? എന്തിനാ? നമ്മെ യോഗ്യനാക്കുവാൻ. എന്തു വലിയ ത്യാഗം, എത്ര വലിയ ത്യാഗമാ ചെയ്തത്, എത്ര വലിയ ത്യാഗമാ ചെയ്തത്. തന്റെ അവസാനത്തുള്ളി രക്തം വരെയും ഒഴുക്കി, കണ്ടാൽ ആളല്ല എന്ന് തോന്നും വിധം, ഇത്ര വലിയ യാഗം. ആ യാഗത്തിൽ കൂടെ എന്താണ് വെളിപ്പെടുന്നറിയാമോ? ആ യേശു തന്നെ അയച്ചവനിൽ മരണപര്യന്തം വിശ്വസ്തനായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നാമും, അല്ലെങ്കിൽ നാം ആ യേശുവിനോട് അനുരൂപമായി തീരണമെങ്കിൽ നാമും അത് തെളിയിക്കണ്ടേ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ ദൈവത്തിന്റെ മക്കളെ? ഹല്ലേലൂയ. അവൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ. ആര്? ഈ യേശു അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ. ഈ ആദ്യജാതന് എങ്ങനെയാണ് അനുസരണമുള്ളവൻ എന്ന് തെളിഞ്ഞത്? മരണപര്യന്തം തന്നെ അയച്ചവൻ അനുസരണമുള്ളവനായി തീർന്ന് അങ്ങനെ അത് തെളിയിച്ചു. അപ്പൊ നാം എങ്ങനെയാണ് തെളിയിക്കുന്നത്? ഈ ക്രിസ്തുവിന്റെ അനിയനാണെന്ന്, ആ ക്രിസ്തുവിനോട് അനുരൂപമായി തീരുമെന്ന് തീർന്നുകൊണ്ടിരിക്കരുത്. എങ്ങനെ തെളിയിക്കണം? നാമും നമ്മുടെ ഇപ്പോൾ ക്രിസ്തുവേശുവിലാണെങ്കിൽ ഇപ്പോൾ നാം അനുസരണമുള്ളവരായിരിക്കണം. അവന്റെ വചനത്തിന് ഹല്ലേലൂയ ഹൃദയത്തിൽ സ്ഥാനമുള്ളവരായിരിക്കണം. നാം അവനെ എങ്ങനെ? ഹല്ലേലൂയ, അവൻ പറയുന്നതൊക്കെയും അനുസരിക്കണം. ആര്? പിതാവ് പറയുന്നതൊക്കെയും അവന്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ പിശാചിന്റെ പ്രവർത്തികൾക്കോ ജഡത്തിന്റെ പ്രവർത്തികൾക്കോ യാതൊരു സാധ്യതയുമില്ല. ജഡപ്രവർത്തികൾ ചിന്തിക്കത്തില്ലെന്നല്ല, ജഡപ്രവർത്തികൾക്കുള്ള സാഹചര്യം അവന്റെ ചുറ്റുപാടും ഉണ്ടാകത്തില്ലെന്നല്ല, ജഡപ്രവർത്തികൾ അവൻ ചിന്തിക്കത്തില്ലെന്നല്ല. പക്ഷെ അവൻ പ്രവർത്തിക്കുന്നതിന് മുമ്പ് കാര്യസ്ഥൻ ഇടപെടുമ്പോൾ, അല്ലെങ്കിൽ കാര്യസ്ഥൻ അവൻ കീഴ്പ്പെട്ട് അവനത് അനുസരിക്കും. അപ്പോഴാണ് അല്ലെങ്കിൽ പിതാവിന് മനസ്സിലാകുന്നത് ഇവൻ പുത്രന്റെ അനിയനാണ്, പുത്രനോട് അനുരൂപമായി തീരുവാൻ ശ്രമിക്കുന്നവനാണെന്ന്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം, അത് കർത്താവ് എന്താണ് ഈ സഭയോട് ഞാൻ സംസാരിക്കുക, എനിക്കറിയത്തില്ലായിരുന്നു. പല മെസ്സേജുകളും കിടപ്പുണ്ട്. എന്നാൽ അതല്ലല്ലോ ഇന്ന് എന്താണ് ജനത്തോട് സംസാരിക്കേണ്ടത് എന്ന് വളരെ ദൈവദാസൻ എന്നെ വിളിക്കുമ്പോഴും ഞാൻ പ്രാർത്ഥനയോടെ ആയിരിക്കുകയായിരുന്നു. കർത്താവ് എന്താണ് ഈ ജനത്തോട് സംസാരിക്കുന്നത്? എന്റെ വാക്കോ എന്റെ പഴയ മെസ്സേജോ ഒന്നുമല്ല പറയേണ്ടത്, ഇന്ന് എന്താണ് സംസാരിക്കേണ്ടത്? അപ്പോൾ എന്റെ ദൈവം എനിക്ക് തന്നതാ ദൈവത്തിന്റെ മക്കളെ ഈ വചനം. ഹല്ലേലൂയ. നമ്മെ നന്നായി അറിയുന്ന ദൈവമുണ്ടെന്നേ, നാം പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുണ്ടെന്നേ, നമ്മെ കാണുന്ന ദൈവമുണ്ടെന്നേ. ഹല്ലേലൂയ. ഈ പാപം നിറഞ്ഞ ലോകത്തിൽ ഹല്ലേലൂയ സത്യമേത് മിഥ്യ ഏതെന്ന് കൺഫ്യൂഷൻ ആകുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആത്മീയ ലോകം അധപ്പതിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഈ വചനം മറക്കരുതേ. ഈ വചനം മറക്കരുതേ. ഒന്ന് മാത്രം ഓർത്താൽ മതി, നമ്മെ യോഗ്യയാക്കി തീർക്കുവാൻ അവൻ എന്ത് ത്യാഗമാ ചെയ്തത്? എന്തുവനെ ത്യാഗമാ ചെയ്തത്? നമ്മൾ വിശ്വസിച്ചാൽ മതി, നമുക്ക് വിശ്വാസത്താൽ അവന്റെ മക്കളായി തീരുവാൻ കഴിയും. പക്ഷെ അതിന്റെ പിന്നിൽ അവൻ ചെയ്ത ത്യാഗം എത്ര വലുതാണ്! എത്ര വില കൊടുത്തു! എന്ത് വില കൊടുത്തു! ഒരു പിതാവിന്റെ മുഖത്തേക്ക് ഒരു പൈതൽ മരണവെപ്രാളത്തിൽ നോക്കുമ്പോൾ പിതാവ് മുഖം തിരിച്ചു. ആർക്ക് വേണ്ടിയാ? ശത്രുക്കൾക്ക് വേണ്ടി, നരകത്തിന് എണ്ണപ്പെട്ടവർക്ക് വേണ്ടി, കെടാത്ത തീക്കും ചാകാത്ത പുഴുവിനും യോഗ്യരായവർക്ക് വേണ്ടി.
പിതാവ് മുഖം തിരിച്ചു. ഹല്ലേലൂയ. അതേ മനുഷ്യനോട്, അതേ മനുഷ്യന്റെ ആത്മാവിനോട് ഈ ക്രിസ്തുവിന്റെ ആത്മാവ് പറയുക, ദേ നോക്ക്, നാം ദൈവത്തിന്റെ മക്കളാ. ഹോ, ആ രക്ഷയുടെ വരവ് വന്ന വരവെന്ന് നോക്കിക്കേ. ആ രക്ഷയുടെ വരവ് വന്ന വരവേ, ആ കാൽവറിയിലെ ഹല്ലേലൂയ, ആ കാൽവറിയിലെ നിരപ്പിന്റെ യാഗത്താലുള്ള ഹല്ലേലൂയ ആ ഒരു വ്യത്യാസം നമ്മുടെ വിളിക്കപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട ഓ എത്ര വലുതാണെന്ന് ഓർത്തു. മറക്കരുത്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ സമ്പത്തൊന്നുമല്ല ഉണ്ടാകുക. സമ്പത്തിന് വേണ്ടിയല്ല യേശു കാൽവറിയിൽ മരിച്ചത്. ഞാൻ അങ്ങനെ പറയുമ്പോൾ എന്നെ തെറ്റിദ്ധരിക്കരുത്, വിമർശിക്കുകയാണെന്നൊന്നും പറയരുത്. ഇതിനൊന്നുമല്ല പരിശുദ്ധാത്മാവ് വന്നത്. നമ്മൾ അധ്വാനിച്ചാൽ നമുക്ക് കാശുണ്ടാവും, പഠിച്ചാൽ നല്ല ജോലി കിട്ടും. അത് നമ്മൾ പഠിച്ചാലും ജോലി കിട്ടും, അല്ലെങ്കിൽ വേറെ പുറത്തുള്ളവർ, ഈ ലോകത്തിന്റെ ആത്മാവ്, ഈ അന്ധകാര ശക്തിയുടെ ആത്മാവ് വസിക്കുന്നവനും നമ്മളും പഠിച്ചാൽ ജോലി കിട്ടും, ജോലി ചെയ്താൽ കാശ് കിട്ടും. അതിന് രക്ഷിക്കപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ആരെന്ത് വിചാരിച്ചാലും ഞാൻ പറയട്ടെ, കാശുണ്ടാക്കാൻ രക്ഷിക്കപ്പെടേണ്ട ആവശ്യമില്ല. കാശ് നമുക്ക് തരാൻ വേണ്ടി കർത്താവ് കാൽവറിയിൽ ഒന്നും ചെയ്തിട്ടില്ല. അവൻ കാൽവറിയിൽ ചെയ്തത് നമ്മെ നിത്യമരണത്തിൽ നിന്നും നിത്യജീവങ്കലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് അവൻ കാൽവറിയിൽ മരിച്ചത്. തെറ്റിദ്ധരിക്കരുത്. നമ്മൾ അവന്റെ ആ വലിയ മരണത്തെ ചെറുതാക്കി കാണരുത്. ആ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്തിനാണെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൽ നാം ക്രിസ്തുവിനോട് അനുരൂപമായി തീരുവാൻ വേണ്ടിയാണ്. അതിനെ നാം മറ്റുള്ള അതിനു വേണ്ടിയാ എന്നൊന്നും പറഞ്ഞ് ആ വലിയ ദൈവപ്രവൃത്തിയെ നാം ചെറുതായിട്ട് കണ്ട് നമ്മുടെ ഹൃദയം അങ്ങോട്ട് ചായരുത്. ഹല്ലേലൂയ. ധനവും മാനവും ഒക്കെ നമ്മുടെ പിന്നാലെ വരുമെന്നാ പറഞ്ഞത്. സങ്കീർത്തനക്കാരൻ അങ്ങനെയല്ലേ പറഞ്ഞത്? അതൊക്കെ എന്നെ പിന്തുടരും. പക്ഷെ ഞാൻ ആരെ പിന്തുടരും? ഞാൻ എൻ്റെ കർത്താവിനെ പിന്തുടരും എന്നാ പറഞ്ഞത്. ആമേൻ. നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. നമുക്ക് നമ്മുടെ കർത്താവിനെ പിന്തുടരാം, അവനോട് അനുരൂപമായി തീരാം. ക്രിസ്തുവിനോട് അനുരൂപമായി തീരാൻ അതിന് നമുക്ക് കഴിയത്തില്ല. അതിനാ ദൈവത്തിന്റെ മക്കളെ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നത്. അതിനാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തവരെ കാത്തിരുന്ന് പ്രാപിക്കണം. പരിശുദ്ധാത്മാവ് അകത്തുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഞാൻ പറയട്ടെ, നമ്മുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ നാം മര്യാദയ്ക്ക് നടക്കുകയും സംസാരിക്കുകയും ജീവിക്കുകയും, നമ്മൾ ബഹുമാനിക്കുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നാം മര്യാദയ്ക്കൊക്കെ ജീവിക്കും. അപ്പൊ നമ്മൾ ഓർത്തോണം, ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മുടെ അകത്തുണ്ട്. ആ പരിശുദ്ധാത്മ നമ്മോട് സംസാരിക്കും. ദൈവത്തിന്റെ മക്കളെ, നമുക്ക് ആ ഒരു ചിന്ത എപ്പോഴും ഉണ്ടാകണം. ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒരു തോന്നലൊന്നുമല്ല, ഒരു തോന്നലല്ല. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടോ? അല്ല, ഇടയ്ക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് സ്റ്റക്ക് ആവുന്ന വല്ലതും ഉണ്ടോ? കാരണം ഇവിടെ ഈ മഴയുടെ ബുദ്ധിമുട്ട് കാരണം നെറ്റ് കുഴപ്പമില്ല. ഹല്ലേലൂയ. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു തോന്നലൊന്നും അല്ലെന്നേ. അത് ദൈവം തന്ന വാഗ്ദത്തം. അത് ദൈവം ദൈവം പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, അപ്പോൾ ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കും, അവൻ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് തരുമെന്ന്. അയ്യോ, ദൈവം ഉവ്വെന്ന് പറഞ്ഞാൽ ഉവ്വെന്നാ. ഞാൻ ചോദിക്കുമെന്ന്. അവര് പരസ്പരം കാണുന്നുണ്ടെന്നേ. ആര്? പിതാവും പുത്രനും പരസ്പരം കാണുന്നുണ്ട്. രാത്രി ഈ 33.5 വർഷം രാത്രി മുഴുവൻ രാത്രിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കും. എന്തോ ഈ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ പിതാവിനോട് ചോദിക്കും, പിതാവേ, ഞാൻ ഈ നാളെ പകൽ എന്തുവാ ചെയ്യേണ്ടത്? എന്നിട്ട് യേശു പറഞ്ഞു, ഞാൻ സ്വതവേ ഒന്നും
ചെയ്തിട്ടില്ല. എന്റെ പിതാവ് എന്നോട് പറഞ്ഞതല്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെന്ന്. അപ്പൊ അല്ലെങ്കിൽ ഈ രാത്രി മുഴുവൻ പിതാവുമായിട്ട് സംസാരിക്കുക, പിതാവുമായിട്ട് ഇങ്ങനെ സംസാരിക്കുക. ഹല്ലേലൂയ. അപ്പോ ആ പിതാവിനോട് പുത്രൻ പറയുക, ദേ എന്റെ മക്കൾ എന്റെ വചനം കേട്ട് നീ തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, അവർ ആ വചനം അനുസരിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വന്നിരിക്കുക. ഹല്ലേലൂയ. ഞാൻ ഇനിയും പോകുക, ഞാൻ അങ്ങോട്ട് വരിക. ലഘ്യവന്മാർ ഇതിന്റെ ചുറ്റും, ഇവന്മാരുടെ എന്റെ മക്കളുടെ ചുറ്റിനും ലഘ്യവന്മാരുണ്ട്. അല്ലെങ്കിൽ അവരുടെ ജഡം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ലല്ലോ, അവരുടെ ആത്മാവ് മാത്രമല്ല വീണ്ടെടുക്കപ്പെട്ടിട്ടുള്ളൂ, അവരുടെ ജഡം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ലോ. പക്ഷെ അവർക്ക് ഈ സത്യത്തിൽ നടക്കുവാൻ കഴിയണമെങ്കിൽ നീ നിന്റെ പരിശുദ്ധാത്മാവിനെ അവരിലേക്ക് അയക്കണം. ഹല്ലേലൂയ. അവരെന്നെ പോലെ ആയിത്തീരണം. എന്റെ വചനം ഞാൻ അവർക്ക് കൊടുത്തു, ഞാൻ നിന്നെ എന്നിൽ കൂടെ അവർക്ക് വെളിപ്പെടുത്തി. ഇനി അവർ എന്നെ വെളിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അവർക്ക് കഴിയത്തില്ല, അവർ ജഡത്തിലാ വസിക്കുന്നത്. അതുകൊണ്ട് പിതാവേ, നിന്റെ പരിശുദ്ധാത്മാവിനെ അവരുടെ കാര്യസ്ഥനായിട്ട് അയക്കണമേ. അപ്പോൾ അത് ആരാണ് ആഗ്രഹിക്കുന്നത്? ആ കാര്യസ്ഥനെ എനിക്ക് സകല സത്യത്തിലും വഴി നടന്നിട്ട് എനിക്ക് ഈ പുത്രനെ വെളിപ്പെടുത്തണം. എനിക്ക് നിത്യജീവൻ തന്ന, എനിക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ച അവനെ എനിക്ക് എന്നിൽ കൂടെ വെളിപ്പെടുത്തണം. അതിന് പരിശുദ്ധാത്മാവേ, യേശുവേ, ആ പരിശുദ്ധാത്മാവിനെ എനിക്ക് തരണമെന്ന് ഈ സമയത്ത് ആരത്രത്തോളം ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നുവോ, പരിശുദ്ധാത്മാവിന് അഭിഷേകം പ്രാപിക്കാത്തവരോട് ഞാൻ പറയുന്നത്, ഈ സമയത്ത് നീ പൂർണ്ണ ഹൃദയത്തോടെയാണ് നീ അത് ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ തന്നെ ആ വാഗ്ദത്തം നിന്നിൽ വരുവാൻ, നിന്നെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കുവാൻ ദൈവം വിശ്വസ്തന. അതിനു വേണ്ടിയാ ദൈവം പരിശുദ്ധാത്മാവിനെ ആക്കി ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. സഭ, അവന്റെ ശരീരമാകുന്ന സഭ സംതിങ് സ്പെഷ്യലാ. നാം അവന്റെ സഭയുടെ അംഗങ്ങളാണ്. അടുത്ത പ്രാവശ്യം, അടുത്ത മീറ്റിങ്ങിനാട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് യേശു പത്രോസിനോട് പറഞ്ഞ ആ വാക്യം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ഹല്ലേലൂയ. ഞാൻ എന്റെ സഭയെ പണിയും. അത് ഈ പാതാള ഗോപുരത്തിന് ജയിക്കാൻ കഴിയാത്ത സഭ ഏതാണെന്ന് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് ഒരുമിച്ചൊന്ന് ചിന്തിക്കണം. കാരണം നമ്മൾ ആരാണെന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാകണം. കാരണം അങ്ങനെയൊക്കെ പറയും. ഞാൻ ആദ്യം ഈ പാട്ടാണല്ലോ എന്റെ മെയിൻ പരിപാടി. അപ്പോൾ ഈ സഭയുടെ ഡെഡിക്കേഷനൊക്കെ പാടാൻ എന്നെ വിളിക്കും. അപ്പോൾ അവിടെ എല്ലാവരും ഈ പറയുന്നു, ഇതിന്റെ പാസ്റ്റർമാർ ഉദ്ഘാടനത്തിന് വേണ്ടി ഇങ്ങനെ പറയും, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു 2-3 വർഷമൊക്കെ കഴിഞ്ഞ് അതിലെ പോകുമ്പോഴത്തേന് ആ സഭ പൂട്ടിയിട്ടിരിക്കുന്ന കാണാം. പ്രശ്നം കാരണം. എങ്ങനെ? ഞങ്ങളുടെ അടുത്തൊക്കെ ഇവിടെ സ്ഥലം പറയുന്നില്ല, പൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോ ഈ പാതാള ഗോപുരം എന്ന് പറഞ്ഞാൽ പിശാചി ജയിച്ചിട്ടല്ലേ സഭ പൂട്ടിയത്. അപ്പൊ യേശു പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കയില്ല എന്ന്. അപ്പൊ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, എന്താ അങ്ങ് പറയുന്നത്? എനിക്കിതൊന്ന് മനസ്സിലാക്കി തരണം. ഞാൻ എന്റെ സഭയെ പണിയും എന്ന് പറഞ്ഞാൽ ഉവ്വെന്നാ, അതിന്റെ പാതാള ഗോപുരം ജയിക്കയില്ല. ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ലെന്നാ. പിന്നെ എങ്ങനെ കർത്താവേ ഇത് ഇങ്ങനെ ജയിച്ച്, പാതാള ഗോപുരം ജയിച്ച് ഈ സഭ പൂട്ടിക്കിടക്കുന്നത്? അങ്ങനെ ഞാൻ ദിവസങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്ക് ഈ വചനം ഒന്ന് വെളിപ്പെടുത്തി തരണം. ദൈവം എനിക്ക് വചനം വെളിപ്പെടുത്തി തന്നു. ഇപ്പൊ നമുക്ക് അത് പറയാനുള്ള സമയമില്ല, നമ്മുടെ വിഷയം അതല്ലല്ലോ. നമ്മൾ സഭയാണ്. അപ്പോൾ പാതാള ഗോപുരങ്ങൾ ജയിക്കാത്ത സഭ ഏതാണ്? അത് നമുക്ക് അടുത്ത മീറ്റിംഗിൽ നമുക്ക് ചിന്തിക്കാം. ഞാൻ ഇപ്പോൾ അതൊന്ന് പറഞ്ഞു വെക്കാൻ കാരണം, സഭ സംതിങ് സ്പെഷ്യലാ. നമ്മൾ സംതിങ് സ്പെഷ്യൽ ആണെന്ന് ദൈവത്തിന്, സ്വർഗത്തിന് തന്റെ ആത്മാവ് അകത്തു വസിക്കുന്ന ദൈവത്തിന്റെ പൈതൽ സംതിങ് സ്പെഷ്യലാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കളെ, ദൈവത്തിന്റെ ആത്മാവ് അകത്തു വസിക്കുന്ന
ദൈവത്തിന്റെ പൈതലെ, നീ ദൈവത്തിന് പ്രിയനാ. മറിച്ച് നീയും അതുപോലെ അവനെ ഒന്ന് കണ്ടേ എന്റെ പ്രിയനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ആ ദൈവവുമായിട്ട് ഒരു അടുത്ത ബന്ധം ഈ ആരാധനയ്ക്ക് വരുമ്പോൾ മാത്രമല്ല, പ്രാർത്ഥന യോഗങ്ങളിൽ മാത്രമല്ല, നമ്മുടെ രഹസ്യ ജീവിതത്തിലും ദൈവവുമായിട്ടുള്ള ദൈനംദിന ജീവിതത്തിൽ നിത്യവും നമുക്ക് അവനോട് കൂടെ നടക്കാൻ പറ്റുമെന്ന്, ഏത് വിഷയത്തിലും ദൈവത്തെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന്. ദൈവത്തെ കണക്ട് ചെയ്യാൻ പറ്റാത്ത വിഷയം ഒരു ദൈവത്തിന്റെ പൈതലിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ദൈവത്തിന്റെ പൈതൽ എപ്പോഴും ദൈവവുമായിട്ട് നല്ല കണക്ട്. ദൈവത്തിന്റെ ആത്മാവ് അകത്ത് വസിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലിന്റെ കാര്യം ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ അവനെ നശിപ്പിക്കുവാൻ, അവനെ ദൈവത്തിൽ നിന്ന് പറിച്ചു കളയുവാൻ ദുഷ്ടൻ ശ്രമിക്കുമ്പോൾ, അവൻ ജഡത്തിൽ വസിക്കുന്നത് കൊണ്ട് അവനും അതിലേക്ക് തിരിയുമ്പോൾ അകത്ത് കിടക്കുന്ന പരിശുദ്ധാത്മാവ് പറയും, ദേ നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമയം നമ്മുടെ മുൻപിൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ ചിന്ത ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിവില്ല. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ്, 8:9 വായിക്കുന്നേ, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. അപ്പൊ ആത്മസ്വഭാവം എങ്ങനെയാ വരുന്നത് അറിയാമോ? ഏതാ? ദൈവത്തിന്റെ ആത്മാവിന്റെ സ്വഭാവം എങ്ങനെയാ വരുന്നത് അറിയാമോ? നാം ദൈവത്തിന്റെ മക്കളെന്ന് ദൈവാത്മാ 16, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുമ്പോൾ അതിനെ കീഴ്പ്പെട്ട് അനുസരിക്കുമ്പോൾ ജഡത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതാകും. ജഡത്തിന്റെ പ്രവൃത്തി നാം അനുസരിച്ചാൽ നാം മരിക്കും. ഏത് മരണമാണെന്നറിയാമോ? 70 ഏറെയായി 80ന്റെ മരണമല്ല, നിത്യമരണം. അപ്പോൾ ജഡത്തിന്റെ പ്രവൃത്തി അതിന് നാം കീഴ്പ്പെട്ടാൽ, ജഡത്തിന്റെ പ്രവൃത്തിക്ക് നാം കീഴ്പ്പെട്ടാൽ നാം മരിക്കും, നിത്യമരണത്തിന് നാം യോഗ്യരാകും. എന്നാൽ ഹല്ലേലൂയ, നാം ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ, ആത്മാവിനാൽ ശരീരത്തിന്റെ അതിന്റെ 13, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. ഈ ജീവിക്കും എന്ന് പറഞ്ഞ ജീവിതം ഏതെന്നറിയാമോ? അവനോട് കൂടെ അവൻ ഇരിക്കുന്നിടത്ത് ഇരിക്കും എന്നുള്ള ജീവിതം. ഏതാണ് നമുക്ക് വേണ്ടത്? ഏതാണ് നമുക്ക് വേണ്ടത്? ഹല്ലേലൂയ. നാം ഓടിയതും അധ്വാനിച്ചതും ഒക്കെ വൃഥാവായി പോകാതിരിക്കുവാൻ ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നുവെങ്കിൽ ആത്മാവിന് കീഴ്പ്പെട്ട്, എപ്പോഴാണ്? ഇപ്പോൾ. അടുത്ത സെക്കൻഡ് നമുക്കുള്ളതല്ല, അടുത്ത ദിവസം നമുക്കുള്ളതല്ല. നാം എന്ന് മരിക്കുമെന്ന് നമുക്കൊന്നും അറിയത്തില്ല, എപ്പോൾ കർത്താവ് വരുമെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ നാം ക്രിസ്തുവിൽ ആണെങ്കിൽ നാം ശിക്ഷാവിധിയിൽ അകപ്പെടത്തില്ല. ഇപ്പോൾ നാം ജഡത്തിലാണെങ്കിൽ നാം മരിക്കും, നാം ശിക്ഷാവിധിയിൽ അകപ്പെടും. അപ്പോൾ നാം ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കുവാൻ, ജഡത്തെ അനുസരിക്കാതിരിക്കുവാൻ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് വേണ്ടി അയച്ചു. ജഡം പൊങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മോട് പറയും, പരിശുദ്ധാത്മാവ് ഉള്ളവർക്ക് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയും, നാം ദൈവത്തിനുള്ളവരാണ്. നമ്മെ ഓർമ്മപ്പെടുത്തും. കാര്യസ്ഥൻ അകത്തിരുന്നു കൊണ്ട് നമ്മെ ഓർമ്മപ്പെടുത്തും നാം ദൈവത്തിനുള്ളവരെന്ന്. അപ്പോൾ അതിന് കീഴ്പ്പെട്ട് അതിനെ അനുസരിച്ച് മുൻപോട്ട് പോയാൽ നാം വീഴാതെ വണ്ണം മരണം വരെ, അല്ലെങ്കിൽ അവന്റെ വരവ് വരെ വിശ്വസ്തയോടെ നമുക്ക് ഇരിക്കുവാനായിട്ട് കഴിയും. അതാണ് ക്രിസ്തുവിൽ നിന്ന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല, അവന്റെ വിത്ത് അവനിൽ കിടക്കുന്നു എന്നുള്ള വചനം. ആ വിത്ത് അകത്ത് കിടക്കുന്നിടത്തോളം അവനോട് സംസാരിച്ചു കൊണ്ടിരിക്കും.
അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കും. പാപം ചെയ്യുവാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? പാപം ചെയ്യാൻ യോഗ്യമായ ശരീരത്തിലാണ് വസിക്കുന്നത്. അല്ലെങ്കിൽ എന്നാൽ പാപം ചെയ്യുന്നില്ല. എങ്ങനെ? ശരീരം പാപം ചെയ്യുവാൻ വേണ്ടി അല്ലെ ജഡത്തോട് പറയുമ്പോൾ, ജഡത്തിന്റെ മോഹം പാപത്തിലേക്ക് നമ്മെ വഴി നടത്തുമ്പോൾ, അകത്ത് കിടക്കുന്ന പരിശുദ്ധാത്മാവ് പറയും നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. അപ്പോൾ നമ്മുടെ ആത്മാവ് ജഡവുമായിട്ട് ഇടകലർന്ന് വശംബദനായി പാപം ചെയ്യാതെ നമ്മുടെ ആത്മാവിന്റെ ബലഹീനതയ്ക്ക് ഈ പരിശുദ്ധാത്മാവ് തുണ നിന്നിട്ട് പാപം ചെയ്യാനല്ല, പാപത്തിൽ നമ്മെ എന്ത് ചെയ്യുന്നു? വിടുവിക്കുന്നു. അങ്ങനെ നാം ക്രിസ്തുവിനോട് അനുരൂപമായി തീരും. അപ്പോൾ നമ്മെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മിൽ കൂടെ ക്രിസ്തുവിനെ കാണുവാൻ കഴിയും. അങ്ങനെ നമുക്കും പറയുവാൻ കഴിയും, ഞാൻ ക്രിസ്തുവിൽ. യേശു പറഞ്ഞതുപോലെ, ഞാൻ എൻ്റെ പിതാവ് എന്നിലും എന്ന് നിങ്ങൾ വിശ്വസിപ്പിൻ, അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തി നിമിത്തം വിശ്വസിപ്പിൻ. നമുക്ക് പറയുവാൻ കഴിയുമോ ഞാൻ ക്രിസ്തുവിലാണെന്ന്? നമുക്ക് പറയാനൊക്കെ കഴിയും. പക്ഷെ അടുത്ത വാക്ക് നമുക്ക് പറയാൻ കഴിയുമോ? അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തി നിമിത്തം വിശ്വസിപ്പിനെന്ന് പറഞ്ഞാൽ ആൾക്കാർ നമ്മളെ ഓടിക്കും. ഓടാന്ന് പറയും. ഓടാ നിന്റെ പ്രവൃത്തി. ഇന്ന് പലരും പരിശുദ്ധാത്മാവ് അകത്തുണ്ടെന്ന് പറയുന്നത് എങ്ങനെ അറിയാമോ? അന്യഭാഷ പറഞ്ഞും വെള്ളയുടുപ്പിട്ടും താടിയൊക്കെ വെച്ചും അല്ലെങ്കിൽ ക്ലീൻ ഷേവ് ചെയ്തുമൊക്കെയാണ് പരിശുദ്ധാത്മാവ് അകത്തുണ്ടെന്ന് പറയുന്നത്. പക്ഷേ പരിശുദ്ധാത്മാവ് അകത്തുണ്ടെന്ന് വെളിപ്പെടുന്നത് എങ്ങനെയാണെന്നറിയാമോ? പ്രവൃത്തി നിമിത്തമാണ്. അല്ലാതെ ആരാധനയും അന്യഭാഷയും കൊണ്ടൊന്നും അല്ല. അന്യഭാഷ പറഞ്ഞല്ല, അന്യഭാഷയല്ല. പരിശുദ്ധാത്മാവ് അകത്തുണ്ടെന്നുള്ള അടയാളം അന്യഭാഷയല്ല. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അന്യഭാഷയൊക്കെ പറയും. പക്ഷെ പരിശുദ്ധാത്മാവ് ഉണ്ടെന്നുള്ളതിന്റെ അടയാളം അന്യഭാഷയല്ല. ഇപ്പൊ അന്യഭാഷ പറയാത്ത ഒരു ചുരുക്കമാ. എല്ലാ ആൾക്കാരും ഹിന്ദുക്കൾ പറയാല്ലേ, ഈ എന്തുവാ, ഈ മൂർത്തികളെ സേവിക്കുന്നവരെ അന്യഭാഷ പോലെ സംഭവം പറയുന്നു. ദൈവമക്കളെ, ഞാനൊന്നും വിധിക്കുകയല്ല. അന്യഭാഷയല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവകത്തുണ്ടെന്നുള്ളതിന്റെ അടയാളം അവന്റെ പ്രവൃത്തിയാണ്. ദൈവത്തിന്റെ ആത്മാവകത്ത് വസിക്കുന്നവൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്വരൂപം അവനിൽ കൂടെ വെളിപ്പെടും. അവന്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. നമ്മൾ ശ്രമിച്ചാൽ നമ്മെ ഒരുക്കി അണിയിച്ചൊരുക്കുന്ന പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ ദൈവം നമുക്ക് വേണ്ടി അയച്ചിരിക്കുക. ആകയാൽ നമുക്ക് അവന്റെ വരവിനായിട്ട് ഒരുങ്ങാം. മറക്കരുതേ, എന്തിനാണ് പരിശുദ്ധാത്മാവിൻ ദൈവം നമുക്ക് തരുന്നത്? എന്തിനാണ് ആ വാഗ്ദത്തം? നാം ആരും നഷ്ടപ്പെട്ടു പോകാതെ നാം എല്ലാവരും നമ്മിൽ കൂടെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തി മരണപര്യന്തം വിശ്വസ്തനായിരിക്കുവാൻ. ഈ വചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് സമയം തന്ന ദൈവസഭയോട് ദൈവദാസനോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ താഴ്ചയ്ക്ക് ദൈവം നമ്മെ